പ്രിയപ്പെട്ട ഭർത്താവ് അലിയാര് തങ്ങള്. അലിയാര് തങ്ങളോട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞു കൊടുത്തത് പഴയ കാമുകിയുടെ കഥയല്ല, പഴയ കാമുകന്റെ കഥയല്ല, കറങ്ങാൻ പോയ കഥയല്ല, മെസ്സേജ് എഴുതിയ കഥയല്ല. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, അതിനകത്തുള്ള പാമ്പുകളും തേളുകളും അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അലിയാര് തങ്ങളെ ഇരുത്തി കരയിപ്പിച്ചവളാ ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നിന്റെ വാപ്പ കണ്ണുനീര് കുടിക്കുന്നത് പോലെ നിനക്കും ഒരു ഗതി വരാതിരിക്കണമെങ്കിൽ കരയുകയാ. സ്വന്തം വാപ്പയുടെ അവസ്ഥ നീ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഗതി നിനക്ക് വരാതിരിക്കണമെങ്കിൽ എടാ, ജീവിതമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? സിനിമയിൽ കാണുന്നതല്ല, സീരിയലിൽ കാണുന്നതല്ല, ഏതെങ്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്നത് പോലെയല്ല, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്നതല്ല. യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്നറിയോ? കല്യാണം കഴിഞ്ഞ് മണിയറയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഭാര്യ, യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ മണിയറ എങ്ങനെയാ നീ ഒരുക്കിയേ? എങ്കിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അലിയാർ ഞങ്ങളും കൂടെ കടന്ന റൂമിന്റെ അവസ്ഥ എന്തെന്നറിയോ? തറയിൽ വിരിക്കാൻ കട്ടിലും മെത്തയും പോയിട്ട് ഒരു തുണി പോലും ഇല്ല. ഫാത്തിമ ബീവി കടന്നുറങ്ങിയത് അലിയാര് തങ്ങളുടെ വീട്ടിൽ ഒരു ആടിന്റെ തോലുണ്ട്. ഏറ്റവും വലിയ ആടിന്റെ തോലിന് എത്ര നീളം ഉണ്ടാകും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ ആടിന്റെ തോലെടുത്ത് അങ്ങോട്ട് വിരിച്ചിട്ട് രണ്ടും കൂടെ കയറി സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരാടിന്റെ തോല് വിരിച്ച് ആ തോലിന്റെ മുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും കിടന്നുറങ്ങും. രാവിലെയായ അലിയാര് തങ്ങൾ ഇതങ്ങെടുക്കും. രാവിലെ ആയി കഴിഞ്ഞാൽ അലിയാര് തങ്ങൾ ഈ ആടിന്റെ തോലെടുക്കും. പിന്നെ വിരിക്കാൻ പറ്റൂല. കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങളുടെ കുതിരയുടെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് അതിനകത്ത് തീറ്റിയിട്ട് കൊടുക്കണം. അലിയാര് തങ്ങളുടെ വീട്ടിലെ കുതിര തീറ്റീന്റെ ഈ തോലിന്റെ മുകളില പകല് മുഴുവൻ അതിനകത്ത് തീറ്റിയിട്ട് കൊടുക്കും. അതിന് രാത്രിയായ കഴുകി വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങും. ഇതായിരുന്നു ജീവിതം. കല്യാണം കഴിഞ്ഞു വാപ്പ, കല്യാണം കഴിഞ്ഞു. ആദ്യമായിട്ട് തന്റെ പൊന്നുമോളെ കാണാൻ പോവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് ഒരിക്കൽ കാണാൻ പോയി. വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയാ. പൊന്നാര മകള് കെട്ടിപ്പിടിച്ചിട്ട് കരയാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേപ്പ ഫാത്തിമ, എന്തുണ്ട് വിശേഷൊക്കെ? ഉപ്പാ പട്ടിണിയാ വാപ്പ ഇവിടെ. നമ്മുടെ വീടിനെക്കാളും പരിതാപകരമായി ഇവിടെ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ, വല്ലാത്ത പട്ടിണിയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ നമ്മളെന്ത് പറയും? പെട്ടിയും പ്രമാണം എടുത്തോണ്ട് വന്നോളെ. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് പറഞ്ഞു, ഞാൻ 3 ദിവസമായി പട്ടിണിയാണെന്ന്. വാപ്പ പറഞ്ഞു, മോളെ വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. വലിയ അബീക അർബഉ, നിന്റെ ഉപ്പ വല്ലതും കഴിച്ചിട്ട് 4 ദിവസം ഞാൻ പട്ടിണിയാ, പിന്നല്ലേ 3 ദിവസം. വാപ്പായും മകളും കൂടെ മുഖാമുഖം നോക്ക, ആരാരെയാ സമാധാനിപ്പിക്കണ്ടേ? പഠിപ്പിച്ചു കൊടുക്കണം വാപ്പ. ഇതാണ് പെൺമക്കൾക്ക് കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ കുടുംബ വീടിന്റെ അകത്ത് പട്ടിണി കിടന്നിട്ട് ആരോടും പരാതി പറഞ്ഞില്ല. 2 മക്കളെ അള്ളാഹു കൊടുത്തു, ഹസനും ഹുസൈനും. 1 വയസ്സിന്റെ വ്യത്യാസം, 1 വയസ്സിന്റെ വ്യത്യാസം. 2 മക്കളെയും നോക്കിയിട്ട് ഫാത്തിമ ബീവി പട്ടിണിയ, ദിവസങ്ങളോളം പട്ടിണി കിടക്ക. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവേ ആ കുടുംബ വീടിന്റെ അകത്ത് വല്ലാത്ത പ്രയാസത്തിലാണ്. പക്ഷേ ഫാത്തിമയ്ക്ക് പരാതിയില്ല, പരിഭവമില്ല. ഒരു ദിവസം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കാൻ ഒരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കുള്ള ചരിത്രമാണ്, എടാ ഭർത്താക്കന്മാർക്കുള്ള ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ ഭർത്താവായ അലിയാര് തങ്ങള് ഒരു ദിവസം ഭാര്യയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ
നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? നമുക്കൊന്ന് താമസം മാറണമല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ തങ്ങൾ മനസ്സ് തുറന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. ഇവിടെ നിന്നൊന്നും മാറി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടതെന്നറിയോ? നിങ്ങളുടെ ഉമ്മയ്ക്കും കൂടെ പറപ്പുകൾക്കും വെച്ച് വിളമ്പി കൊടുക്കാനുള്ള മടി കാരണമല്ല. പഠിച്ചോ എടാ, പടച്ചവരെ, ഇന്ന് പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാ അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. ഭർത്താവിനോട് പറയും, എല്ലാവർക്കും വെച്ച് വിളമ്പാൻ വയ്യ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. പെട്ടെന്ന് വിഹിതം വാങ്ങൂ, പാപ്പാടെ സ്വത്ത് വിഹിതം വെക്കാൻ പറ, എന്നിട്ട് വാങ്ങിയിട്ട് നമുക്ക് മറ്റൊരു വീട് വെക്കാം, നമുക്ക് ലോൺ എടുത്ത് വീട് വെക്കാം, പലിശക്കെടുത്ത് വീട് വെക്കാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഭർത്താവിനോട് പറയുകയാ, ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഇവിടെ നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരുമുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്നത് കാണുമ്പോ അവർക്ക് വിഷമമാകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളല്ലേ ഞാനും എന്റെ മക്കളും കൂടെ ഇവിടെ പട്ടിണി കിടക്കുന്നത് കണ്ടാ നിങ്ങളുടെ ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. ഞാനും എന്റെ മക്കളും ഇവിടെ പട്ടിണി കിടക്കുന്നത് നിങ്ങളുടെ ഉമ്മായും സഹോദരിമാരും കണ്ട അവർക്ക് വിഷമമാവും. കാരണം ഞാൻ അള്ളാന്റെ റസൂലിന്റെ മോള. അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടക്കണേ എന്തിനാ അവര് കാണണേ? നമ്മൾ പട്ടിണി കിടക്കുന്നത് എന്തിനാ അവര് കാണുന്നേ? അവരുണ്ടാക്കുന്നത് കൂടെ നമുക്ക് തരണ്ടേ? അപ്പൊ നമുക്കും ഇല്ല അവർക്കും ഇല്ല. അതുകൊണ്ടൊന്നും മാറിയ കൊള്ളാന്ന് എനിക്കുണ്ട്. നമ്മുടെ പെണ്ണുമ്പോൾ എന്താ പറയണേ? നിങ്ങളുടെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും കൂടെ പുറപ്പിനും ഒന്നും വെച്ച് വിളമ്പാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് വിഹിതം വാങ്ങി നമുക്ക് വേറെ വീട് വാങ്ങാം. ഇതാ ഇന്നത്തെ പെണ്ണുങ്ങൾ. എന്നാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് മാറണമെന്ന് ആഗ്രഹം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, എങ്ങനെ നമ്മൾ മാറും? നിങ്ങൾക്ക് ഒരു വാടകയ്ക്ക് വീടെടുത്ത് തരാൻ പോലും പൈസ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മാറും? അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാം, നീ വാപ്പാടുത്ത് പോയി ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്ക പോയിട്ട് നീ പറയണം, മുത്തിന്റെ വാപ്പായിക്ക് ഇവിടെ ഒരു സഹാബിയുണ്ട്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കാം മദീനത്ത്, ഒരു വീട് ആരുമില്ലാതെ ചുമ്മാതെ കിടക്ക കൂട്ടിയിട്ടിരിക്ക. നിന്റെ വാപ്പ ചോദിച്ച ഉറപ്പായിട്ടും ആ സഹാബി ആ വീട് നിനക്ക് തരും. അതുകൊണ്ട് നീ ഉപ്പാനോട് പോയി പറ, ആ വീടൊന്ന് ചോദിച്ചു വാങ്ങിത്തരാൻ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ വീട്ടിൽ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ചെന്ന് വാപ്പായിക്ക് വല്ലാത്ത സ്നേഹമായി ഫാത്തിമയെ കണ്ടപ്പോ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ കണ്ടപ്പോ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. എന്തേ ഫാത്തിമ വന്നത്? വാപ്പ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, 2 മക്കളുണ്ട് വാപ്പ. എന്റെ ഭർത്താവിന് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ പൈസയില്ല, ഒരു വാടകയ്ക്ക് എടുത്തു തരാൻ പോലും ആ സാധുവിന്റെ കയ്യിലൊന്നുമില്ല. ഞാനും മക്കളും പട്ടിണിയാ വാപ്പ. എന്റെ അവസ്ഥ ഉപ്പായിക്ക് അറിയില്ലേ? ഉപ്പായ്ക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ സഹാബിക്ക് 2 വീടുണ്ട് വാപ്പ, ഒരു വീട് വെറുതെ കിടക്കാം. എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ചോദിച്ചോ, ആ സഹാബി തരുമല്ലോ, ഒന്ന് ചോദിച്ചു വാങ്ങിത്തരും. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, വാപ്പാ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിക്ക് 2 വീടുണ്ടല്ലോ, ഉപ്പ ചോദിച്ചാ തരുമല്ലോ, ഉപ്പാര വല്ലാത്ത ഇഷ്ടമാണല്ലോ, ആ വീട് വെറുതെ കിടക്കുകയാണല്ലോ, ഉപ്പ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് പ്രവാചകരോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ,
നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ആ സഹാബിക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചാ എന്തും തരും ആ സഹാബി. എന്റെ ഹാരിസ ചോദിച്ചാ 2 വീടും എനിക്ക് തരും. അതുകൊണ്ട് ഫാത്തിമ, ഞാൻ ചോദിച്ചാ എന്തും ആ സ്വഹാബി എനിക്ക് തരും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, മുത്തുനബി കരയുകയാ. കല്യാണം കഴിച്ചു വിട്ട പെങ്ങന്മാര് പഠിച്ചോ, ആ മനുഷ്യൻ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നത്, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് പിന്നെയും ഉപ്പാനെ പോയി വേദനിപ്പിക്കുന്ന പെമ്മക്കള് കേട്ടോ, പിന്നെയും കുത്തുവാക്ക് പറയുന്ന പെമ്മക്കള് കേട്ടോ. ഭർത്താക്കന്മാര് പറഞ്ഞുവിടും, പോയി ചോദിക്കടേ. നാണമില്ലാതെ വീട്ടിൽ കയറി ചെന്ന് വാപ്പാനെ വേദനിപ്പിക്കുന്ന പെമ്മക്കള് കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഫാത്തിമ എന്ന പൊന്നുമോള് പോയിട്ട് പറഞ്ഞു, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയുടെ വീട് എനിക്ക് വാങ്ങിച്ചതാ വാപ്പാ. ഫാത്തിമ ബീവി ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങള് കരയുകയാ, റസൂലുള്ളാഹി തങ്ങള് കരയുകയാ. മുത്തുനബിയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ളാഹി തങ്ങള് കരയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ വാപ്പാ കരയുന്നത്? എന്റെ ഉപ്പ എന്തിനാ കരയുന്നത്? മോളെ ഫാത്തിമ, ഇതുവരെ നിങ്ങളുടെ ഉപ്പ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഇതുവരെ എന്റെ ജീവിതത്തില് ഞാൻ ഒരാളുടെ മുന്നിലും ഇന്ന് വരെ ഞാൻ കൈനീട്ടിയിട്ടില്ല ഫാത്തിമ. എനിക്ക് ലജ്ജയാ ഫാത്തിമ. എനിക്ക് ആ സഹാബിയോട് ചോദിക്കാൻ എനിക്ക് നാണം തോന്നുന്നു ഫാത്തിമ. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട വാപ്പാ. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല, നിങ്ങൾക്ക് അവളെ മതിയല്ലോ, അവനെ മതിയല്ലോ, എല്ലാ ആമൂന് മാത്രം കൊടുത്തു, എനിക്കൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും പ്രാവിയിട്ടിറങ്ങി പോകുന്ന മക്കളല്ല ഇന്നത്തെ പെമ്മക്കള്. പടച്ചവനെ, കയ്യിലുള്ളതെല്ലാം കൊടുത്ത് വിവാഹം കഴിച്ചു വിട്ടു. എന്നിട്ട് അവസാനം ഭർത്താവിന്റെ കൂടെ ബിസിനസ് തുടങ്ങണം. വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, ഉമ്മാടെ കഴുത്തിലാകെ കിടക്കുന്നത് കെട്ടുതാലിയാ, ഉമ്മാടെ കയ്യിലൊരു വള കിടക്കുന്നുണ്ട്, അത് വന്നിട്ട് ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ പറയും, നിങ്ങൾ വെച്ചോ ഉമ്മ, നിങ്ങൾ അനുഭവിക്കും ഉമ്മ. സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്. അവസാനം കടം വാങ്ങിച്ച് മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് കൊടുക്കുന്ന പല ഉപ്പമാരും ഉമ്മമാരും, കൊടുക്കുമ്പോ നാണമില്ലാതെ വാങ്ങുന്ന മക്കളെ. റസൂലുള്ള പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ വാപ്പ ഇതുവരെ ഒരാളുടെ മുന്നിലും യാചിച്ചിട്ടില്ല, ഒരാളുടെ മുന്നിലും നിങ്ങളുടെ ഉപ്പ കൈ നീട്ടിയിട്ടില്ല. എനിക്ക് നാണമുണ്ട് മോളെ, പാന് ലജ്ജയാ, എങ്ങനാ നിങ്ങളുടെ ഉപ്പ ചോദിക്കുക? റസൂലുള്ളാഹി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു, എന്റെ ഉപ്പ ചോദിക്കരുത്, എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത്. ഞാൻ ക്ഷമിക്കാം വാപ്പാ, വീടില്ലെങ്കിലും ഞാൻ അവിടെ കിടന്നോളാം, എന്ത് ത്യാഗം വേണമെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാം. എന്റെ ഉപ്പ ആരുടെ മുന്നിലും തോക്കരുത്, എന്റെ ഉപ്പ ആരോടും ചോദിക്കണ്ട. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ്. പക്ഷേ ഇതെല്ലാം വെളിയിൽ നിന്നുകൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ട്. ഇതെല്ലാം വെളിയിൽ നിന്നുകൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ട്. ആ സ്വഹാബി ഇറങ്ങി ഓടുകയാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. പടച്ചവരെ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. മുത്തുനബിയുടെ ചാരത്ത് കടന്നു ചെന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, മാ അഖത്ത മിൻ അഹബ്ബു ഇലയ്യാ നബിയേ, ഏത്
വീട് വേണമെങ്കിലും എടുത്തോ നബിയെ, എന്നോട് ചോദിക്കാൻ എന്തിനാ, കൽപ്പിച്ചാ പോരെ നബിയെ. ഫാത്തിമയ്ക്ക് വീട് കൊടുക്കാൻ എന്നോട് പറഞ്ഞാ പോരെ നബിയെ, എന്തിനാ നബിയെ മടി കാണിക്കുന്നത്? ഏത് വീട് വേണമെങ്കിലും എടുത്തോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ ചാവി കൊടുത്തപ്പോ റസൂലുള്ളാഹി ഇറങ്ങി ഓടുകയാ. മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന വാപ്പ, തന്റെ പൊന്നാര മകളെ വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പ അവിടെ നിറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഇതാ മോളെ വീടിന്റെ താക്കോല്. എന്റെ പൊന്നുമോക്ക് വീടല്ലേ വേണ്ടത്, എന്റെ പൊന്നുമോക്ക് വീടല്ലേ വേണ്ടത്. താക്കോല് കയ്യിൽ വെച്ച് കൊടുത്തപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഉപ്പാ എനിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയതാണോ? അല്ലാതെ കടം പേടിച്ച് കൊണ്ടുവരുമ്പോഴും ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുന്ന മക്കളെ. വാപ്പ താക്കോല് കൊണ്ട് ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തപ്പോ ഫാത്തിമ ബീവി ഉപ്പാനോട് ചോദിച്ചു, എന്റെ ഉപ്പ ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ എനിക്ക് വേണ്ട. ഇല്ല ഫാത്തിമ, ഇല്ല ഫാത്തിമ, ആ സഹാബി ഇങ്ങോട്ട് കൊണ്ട് തന്നതാണെന്ന് പറയുമ്പോ അല്ലാഹുവേ, ഫാത്തിമയ്ക്ക് സ്വന്തമായിട്ട് വീടായി. പക്ഷേ വീടിന്റെ അകത്ത് ഒരു പാത്രം പോലുമില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കട്ടില് വാങ്ങിക്കൊടുത്തു, പടച്ചവനെ ഒരു പുതപ്പ് വാങ്ങിക്കൊടുത്തു, ആസുകല്ല് വാങ്ങിക്കൊടുത്തു, കുറച്ചു പാത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആദ്യമായിട്ട് പടച്ചവനെ ഒരു സ്വന്തമായിട്ട് വീടായി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു പോവുകയാണ്. പട്ടിണിയാണെങ്കിലും ത്യാഗമാണെങ്കിലും ആരോടും പരാതിയില്ല, ഒരു പരിഭവവുമില്ല. പടച്ചവനെ അവിടെ കിടന്നിട്ട് ഫാത്തിമ ബീവി ജീവിക്കുകയാണ്. ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കാറില്ല. എത്ര വലിയ ത്യാഗമാണെങ്കിലും ഏത് വേദനയാണെങ്കിലും പരാതി പറയാറില്ല. ഫാത്തിമയ്ക്കറിയാ എന്റെ ഭർത്താവിന്റെ ജോലി എന്താണ്, എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ, എല്ലാ ഫാത്തിമയ്ക്കറിയാ. ഫാത്തിമ പട്ടിണി കിടന്നിട്ട് അലിയാർ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, അവർ